ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ടാവുന്നല്ലേ, ഞാൻ കുറച്ച് ബിസി ആയിപ്പോയി. ഇപ്പോഴാണ് കുറച്ച് ഫ്രീ ആയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്ന ഒരു സ്കിൻ കെയർ പ്രൊഡക്റ്റിൻ്റെ ഒരു റിവ്യൂ ആണ്. സ്പോൺസർഡ് വീഡിയോ എന്നല്ല, എനിക്ക് ഉപയോഗിച്ചിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടത് കൊണ്ട് നിങ്ങളോടും ഒന്ന് എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഈ റിവ്യൂ ചെയ്യുന്നതാണ്. വേറെ ഒന്നല്ല, ഹൈഫൻ്റെ ഒരു മിൽക്കി ടോണറാണ്. ഹൈഡ്രേറ്റിംഗ് സെറമൈഡ് ടോണർ ഇസെൻസ്. ഈ ഒരു മിൽക്കി ടോണർ. ഈ ഒരു ടോണർ അറിയാത്ത ആൾക്കാർ കുറവായിരിക്കും, ബിക്കോസ് ഇത് ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ഒരു മിൽക്കി ടോണറാണ്. ക്രിറ്റിസോണൻ്റാണ്. ഈ ഐഫൻ്റെ കുറേ പ്രൊഡക്റ്റൊക്കെ പോപ്പുലർ ആയിട്ടുള്ള കുറേ പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ട്. അതേപോലെ ഒരു പോപ്പുലറായ ഒരു പ്രൊഡക്റ്റാണ് ഈ ഒരു ഹൈഫൻ്റെ മിൽക്കി ടോണർ. ഞാൻ ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് 1.5 മാസമായി. അപ്പോൾ ഈ 1.5 മാസത്തിൽ എൻ്റെ റിവ്യൂ ആണ് ഞാൻ നിങ്ങളോട് ഇത് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഞാനിപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ നാട്ടിലാണുള്ളത്. ഇത് ഇവിടെ ഭയങ്കര തണുപ്പാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഫേസ് കുറച്ച് ഡ്രൈ ആവുന്നത് കൊണ്ട് ഞാൻ വാങ്ങിച്ചൊരു പ്രൊഡക്റ്റാണ് ഇത്. ചിലപ്പോൾ നോർമൽ ഉണ്ടാവും, ഡ്രൈയും ഉണ്ടാവും. അപ്പോൾ അതിനുവേണ്ടി ഞാൻ വാങ്ങിച്ചൊരു പ്രൊഡക്റ്റാണ് ഇത്. ഹൈഡ്രേറ്റിംഗ് സെറമൈഡ് ടോണർ ഇസെൻസ് ഫോർ നോർമൽ ഡ്രൈ ആൻഡ് ഡീഹൈഡ്രേറ്റഡ് സ്കിൻ. ഇത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതിന് നോർമൽ സ്കിന്നാർക്കും ഡീഹൈഡ്രേറ്റഡ് സ്കിന്നിനും ഡ്രൈ സ്കിന്നാർക്കും പറ്റിയ ഒരു ടോണറാണ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഓയിലി സ്കിന്നാർക്ക് പറ്റിയൊരു ടോണർ അല്ല, പക്ഷെ ഓയിലി സ്കിന്നാർക്ക് ഉപയോഗിക്കാം. എന്നെപ്പോലെ ഞാൻ ഓയിലി സ്കിന്നാണ്, പക്ഷെ ഇപ്പോൾ ഇവിടെ വന്നിട്ട് എനിക്ക് വിൻ്റർ ആയതുകൊണ്ട് കുറച്ച് തണുപ്പായതുകൊണ്ട് എൻ്റെ ഫേസ് ഡ്രൈ ആണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ ഒരു ടോണർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓയിലി സ്കിന്നുള്ളവർക്ക് ഉപയോഗിക്കാം. എപ്പോഴെന്ന് വെച്ചെങ്കിൽ വിൻ്ററിൽ ഈ ഒരു ടോണർ നമുക്ക് ഉപയോഗിക്കാം. ആദ്യം ഞാൻ ഇതിൻ്റെ പ്രൈസൊക്കെ പറയാം. ഇത് 100 ml ആണ്. 300 സംതിങ് ആണ് ഞാൻ വാങ്ങിച്ചത്. 400 സംതിങ് ആണ് ഇതിൻ്റെ റേഞ്ച്. 300 ഞാൻ ഇത് ഓഫറിൽ വാങ്ങിച്ചത്. ആൻഡ് ഇതൊരു മിൽക്കി ടോണറാണ്. നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഹൈഡ്രേറ്റിംഗ് ചെയ്യുന്ന ഒരു മിൽക്കി ടോണർ. അങ്ങനെ കുറച്ച് റിവ്യൂസ് കണ്ടിട്ട് തന്നെയാണ് ഞാനും വാങ്ങിച്ചത്. പക്ഷേ ആ റിവ്യൂസ് കണ്ടതുപോലെ തന്നെ ഇത് നല്ല ഫേസിന് ഹൈഡ്രേറ്റിംഗ് തരുന്നുണ്ട്, മോയ്സ്ചറൈസ് ആക്കി വെക്കുന്നുണ്ട്. ഒരു മോയ്സ്ചറൈസറിൻ്റെ പണി തന്നെ ഈ ഒരു ടോണർ ചെയ്യുന്നുണ്ട്. മോയ്സ്ചറൈസിങ് ആൻഡ് ഹൈഡ്രേറ്റിംഗ് ടോണറാണ് ഇത്. നമുക്ക് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നറിയില്ല, പക്ഷെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം. പക്ഷെ അതിൻ്റെ ഒരു പ്രവൃത്തി ഇത് ചെയ്യുന്നുണ്ട്. മോയ്സ്ചറൈസറിൻ്റെ ഒരു പ്രവൃത്തി ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ ഐഫൻ്റെ ഈ മിൽക്കി ടോണർ. ഇത് ഫ്രാഗ്രൻസ് ഫ്രീ ആണ്, ആൽക്കഹോൾ ഫ്രീ ആണ്. അതുകൊണ്ട് സെൻസിറ്റീവ് സ്കിന്നുകാർക്കും ഇത് ഉപയോഗിക്കാം. ഓയിലി സ്കിൻ ഒഴികെ, കോമ്പിനേഷൻ സ്കിൻ ഒഴികെ ഇത് നമുക്ക് സെൻസിറ്റീവും മറ്റുള്ള സ്കിൻ ടൈപ്സിനൊക്കെ ഇത് ഉപയോഗിക്കാം. റെഡ്നെസ്സോ ഇറിറ്റേഷനോ ഒന്നും തരുന്നില്ല. ഇത് ഹെവി ഒന്നല്ല, നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ടോണറാണ്. പക്ഷേ ഇത് ഓയിലി സ്കിൻ ഉപയോഗിക്കുമ്പോൾ അവർക്ക് ഓയിലിനെസ്സും പിന്നെ ഹെവിനെസ്സും സ്റ്റിക്കിനെസ്സും ഒക്കെ ഇത് തരും. അല്ലാതെ ഇതിന് ഒരു ഓയിലിനെസ്സോ സ്റ്റിക്കിനെസ്സോ ഹെവിനെസ്സോ ഒന്നുമില്ല. നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു നല്ലൊരു മിൽക്കി ടോണറാണ്. ആൻഡ് ഇതിനെപ്പറ്റി പറയാന്ന് വെച്ചെങ്കിൽ ഇതൊരു ബാരിയർ റിപ്പയറിംഗ് ടോണറാണ്. നമുക്ക് ബാരിയർ റിപ്പയറിൻ്റെ ടൈം ഉപയോഗിക്കാൻ പറ്റിയ ഒരു നല്ലൊരു സെറമൈഡ് അടങ്ങിയിട്ടുള്ള ഒരു ടോണറാണ്. ഇതിൽ ഇൻഗ്രീഡിയൻസ് വെച്ചെങ്കിൽ ഇതിൽ സെറമൈഡ്സ് ഉണ്ട്. പറഞ്ഞെങ്കിൽ സെറമൈഡ് 1, സെറമൈഡ് 2, സെറമൈഡ് 3, സെറമൈഡ് 4, സെറമൈഡ് 6 അങ്ങനെയൊക്കെ സെറമൈഡ്സ് അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതിൽ റൈസ് വാട്ടർ അടങ്ങിയിട്ടുണ്ട്, മഷ്റൂംസ് അടങ്ങിയിട്ടുണ്ട്, ഓട്ട് മീൽ അടങ്ങിയിട്ടുണ്ട്. ഇതിൽ നാച്ചുറൽ മോയ്സ്ചറൈസിങ് ഫാക്ടേഴ്സ് അടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഒട്ടനവധി ഇൻഗ്രീഡിയൻസ് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ആൻഡ് അത്ര ഇൻഗ്രീഡിയൻസ് അടങ്ങിയതിനനുസരിച്ച് തന്നെ ഇതിന് നല്ല ഗുണങ്ങളും ഇതിലേക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൽ സെറമൈഡ്സ് അടങ്ങിയത് കൊണ്ട് നമ്മുടെ ഫേസിന് ഒന്ന് സ്കിൻ ബാരിയറിന് സ്ട്രെങ്തനിങ് ചെയ്യാൻ ഈ സെറമൈഡ്സ് നമുക്ക് ഹെൽപ്പ് ചെയ്യും. അതേപോലെ ഈ ഓട്ട് മീൽസ് എന്ന് പറഞ്ഞെങ്കിൽ നമ്മുടെ ഫേസിന് നല്ല ന്യൂറീഷ്യസും സൂത്ത്നെസ്സും തരുന്നുണ്ട്. അതിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഫേസിന് ന്യൂറീഷ്യസും സൂത്ത്നെസ്സും ഈ ഒരു പ്രൊഡക്റ്റ് തരുന്നുണ്ട്. ആൻഡ് ബ്രൈറ്റനിങ്ങിനും ഹെൽപ്പ് ആക്കുന്നുണ്ട്. ഇതിൻ്റെ മെയിൻ കാര്യം എന്ന് വെച്ചെങ്കിൽ ഇതിൽ ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ ടെക്സ്ചർ. നല്ലൊരു മിൽക്കി ടോണർ. കയ്യിലൊന്ന് അപ്പോൾ കാണുമെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയാണ് ഇതുള്ളത്. കണ്ടോ? ഇത് ഞാൻ ഇടാത്ത കൈ, ഇത് ഇട്ട കൈ. ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോയിങ് തരുന്നുണ്ട്. വെറും ഗ്ലോയിങ് അല്ല, നല്ലൊരു ഡൂയി ഗ്ലോ നമുക്കിത് തരുന്നുണ്ട്. ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ പെട്ടെന്ന് നല്ലൊരു ഒരു ഡൂയി ഗ്ലോ ഇത് തരുന്നുണ്ട്. നമുക്ക് മേക്കപ്പ് ചെയ്യുന്നേക്കാൾ മുമ്പ് ഈ ടോണർ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് മേക്കപ്പിനും നല്ലൊരു ഗ്ലോയിനെസ്സും സൂത്ത്നെസ്സും ഒക്കെ തരും. നല്ലൊരു ഗ്ലോ തരുന്നുണ്ട്. നിങ്ങൾ കാണുന്നെന്ന് വിചാരിക്കുന്നു. അങ്ങനെ നല്ലൊരു ഗ്ലോ തരുന്ന ഒരു ടോണറാണ് ഇത്. നമുക്ക് ഡെയിലി 2 പ്രാവശ്യമാണ് ഉപയോഗിക്കാൻ, രാവിലെയും രാത്രിയും. മോയ്സ്ചറൈസറിന് മുമ്പാണ് ഇത് ഉപയോഗിക്കേണ്ടത്. നല്ലൊരു മോയ്സ്ചറൈസറിൻ്റെ പ്രവൃത്തി ഇത് ചെയ്യുന്നുണ്ട്. ആൻഡ് നല്ല ഗുണങ്ങളൊക്കെ ഉള്ള നല്ലൊരു ടോണറാണ്. നല്ല ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അഫോർഡബിൾ ആണ്. എനിക്കിതിൽ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം എന്ന് വെച്ചെങ്കിൽ ഇതിൻ്റെ ഈ ഒരു ടൈപ്പുള്ള ഒരു പാക്കേജിങ് ആണ്. ഇതിന് പകരം ഒരു സ്പ്രേ ടൈപ്പെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ സ്പ്രേ ചെയ്യാമായിരുന്നു. പക്ഷേ ഇങ്ങനെ ആക്കുമ്പോൾ ഇത് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്പ്രെഡ് ആവുന്നുണ്ട്. ആൻഡ് മൊത്തത്തിൽ പറഞ്ഞെങ്കിൽ ഇതൊരു അടിപൊളി പ്രൊഡക്റ്റ് ആണ്. ഇതിൽ പറഞ്ഞെങ്കിൽ ഇത് ഡ്രൈ സ്കിന്നർ കണ്ണുമൂട്ടി
ഇത് പർച്ചേസ് ചെയ്യാം. പിന്നെ എന്നെ പോലെ ഓയിലി സ്കിൻ ഉള്ളവർ വിൻ്ററിൽ നമുക്കിത് പർച്ചേസ് ചെയ്യാം, ഉപയോഗിക്കാം. വിൻ്ററിൽ പറ്റിയ ഒരു നല്ലൊരു ടോണറാണ്. ആൻഡ് നോർമൽ ആൻഡ് ഡീഹൈഡ്രേറ്റ് സ്കിന്നുകാർക്കും ഉപയോഗിക്കാം. നമ്മുടെ ഫേസ് ഡീഹൈഡ്രേറ്റ് ഉള്ള ആയത് ടൈമിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു നല്ലൊരു ടോണറാണ് ഇത്. ആൻഡ് 100 ml ഉള്ളൂ, 15 ml 100 ml രണ്ട് ടൈപ്പ് ബോട്ടിൽസേ ഉള്ളൂ. ഒന്നും കൂടി വലിയ ബോട്ടിൽസ് ആക്കിയെങ്കിൽ നമുക്കിത് കൂടുതൽ നല്ലതായിരുന്നു. ഇതൊരു 2 month വരെ 2-2.5 മാസം വരെ ഇത് വരുന്നുണ്ട്. നല്ലൊരു പ്രൊഡക്റ്റാണ്, മൊത്തത്തിൽ നല്ലൊരു അടിപൊളി പ്രൊഡക്റ്റാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇടണേ, ഞാൻ അതിൻ്റെ റിവ്യൂ യൂസ് ചെയ്തിട്ട് പറയുന്നതായിരിക്കും. കുറേ പ്രൊഡക്ട്സിൻ്റെ ഒക്കെ റിവ്യൂ ചോദിച്ച് ഞാൻ കമൻറ്റ് കണ്ടിട്ടുണ്ട്. അത് കുറച്ച് ഞാൻ യൂസ് ചെയ്തിട്ട് ഒന്ന് നോക്കണമല്ലോ, വെറുതെ നമുക്ക് റിവ്യൂ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു റിസൾട്ടിൻ്റെ കുറച്ച് ദിവസം കൂടി യൂസ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് കിട്ടിയ ശേഷം ഞാൻ നിങ്ങൾ ചോദിച്ച ആ പ്രൊഡക്ട്സിൻ്റെ ഒക്കെ റിവ്യൂ ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഈ ഒരു പ്രൊഡക്റ്റ് മൊത്തത്തിൽ അടിപൊളി പ്രൊഡക്റ്റാണ്, കണ്ണുമൂടി വാങ്ങിക്കാം. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. നിങ്ങൾക്ക് ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇടണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.